Hi students. So നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലോട്ട് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സും അത് വെച്ചിട്ട് റെക്ടിഫയേഴ്സും സെന ഡയോഡ് അത് വെച്ചിട്ട് റെഗുലേറ്റർ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ട്രാൻസിസ്റ്ററിൽ പഠിക്കാനുള്ളത്. തിയറി ഓഫ് BJT മീൻസ് ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നുള്ളതാണ്. രണ്ട് ജംഗ്ഷൻ ഉള്ള ട്രാൻസിസ്റ്റർ എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉള്ളത് നമ്മൾ പഠിക്കും. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നതും എന്നിട്ട് FET, അതുപോലെ തന്നെ BJT. സാധാരണ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് BJT എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ പലതരത്തിലുള്ള കോൺഫിഗറേഷൻ, അതിനകത്ത് വരുന്ന ആൽഫ ബീറ്റ ഗാമ വാല്യൂ റിലേഷൻസ്, ബയസിങ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഫാക്ടർ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോ ഞാൻ ഇതിന്റെ ബേസിക് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നതാണ് when a third doped element is added to a crystal diode in such a way that two p-n junctions are formed, resulting is known as transistor. എന്ത് ചെയ്യണം നമ്മൾ? third dopant element is added in a crystal diode. അത് പറയുമ്പോൾ സാധാരണ ഒരു ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എൻ ഡോപ്ഡ് സെമികണ്ടക്ടർ അല്ലെങ്കിൽ പി ഡോപ്ഡ് സെമികണ്ടക്ടർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ഡോപ്പന്റ് വന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ? അത് കൂടാതെ അപ്പൊ ഒരു ക്രിസ്റ്റൽ ഡയോഡ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ എത്ര ഡോപ്പിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും? രണ്ടെണ്ണം വന്നിട്ടുണ്ടാവും, ശരിയല്ലേ? കാരണം പി ഫോം ചെയ്യാൻ ഒരു ഡോപ്പന്റ് വേണ്ടി വരും, എൻ ഫോം ചെയ്യാൻ രണ്ടാമത്തെ ഡോപ്പന്റ് വേണ്ടി വരും. പിന്നെ അതുകൂടാതെ വേറൊരു തേർഡ് ഡോപ്പന്റ്, ആ ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. പിന്നെ ഒരു തേർഡ് ഡോപ്പന്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യാൻ പറ്റണം? 2 p-n junctions are formed, മനസ്സിലായില്ലേ? The resulting is known as transistor. Okay, so when a third doped element is added to a crystal diode in such a way that 2 p-n junctions are formed, the resulting device is known as transistor. Is it okay? Okay, then നമ്മൾ കമ്പയർ ടു ഡയോഡ്, p-n junction ഡയോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വലിയ വ്യത്യാസങ്ങളുണ്ട്. പർപ്പസസ് ആർ ഡിഫറെന്റ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിൽ ഇവിടെ പറയും നോക്കുക. Transistor is an entirely new type of electronic capable of achieving amplification. So one of the main applications of the transistor is amplification. Now what is amplification? Yes, strengthening a weak signal in a fraction comparable and often superior to that related by the vacuum tube. അതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്വം ട്യൂബ് ആണ്. അത് മാറ്റി ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയാം. സോ മെയിൻ പർപ്പസ് ഇസ് ആംപ്ലിഫിക്കേഷൻ. അതാണ് ഇവിടെ വരുന്നത്. രണ്ട് പർപ്പസിനാണ് നമുക്ക്, രണ്ടല്ല മൂന്നാല് പർപ്പസ് മെയിൻ ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് ആംപ്ലിഫിക്കേഷൻ, രണ്ട് ഓസിലേഷൻ, മൂന്ന് സ്വിച്ചിങ് ആക്ഷൻ. ഇങ്ങനെ നമുക്ക് മൂന്ന് തരത്തിൽ പ്രധാനമായിട്ടും പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നൗ ട്രാൻസിസ്റ്റേഴ്സ് are far smaller than vacuum tubes, have no filament and hence no need of heating power and may be operated in any position. ഇത് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. ബൈ ഡോപ്പിംഗ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. പഴയ കാലത്ത് വാക്വം ട്യൂബാണ്. വാക്വം ട്യൂബ് എന്ന് വെച്ചാൽ നമ്മൾ ബൾബിന് പോയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ ചൂടാക്കി അതിൽ നിന്ന് തെർമിയോണിക് എമിഷൻസ് കൺട്രോൾ ചെയ്തിട്ടാണ് അതിനകത്തുള്ള ഇലക്ട്രോണിന്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ആർക്കുണ്ട്? ട്രാൻസിസ്റ്റേഴ്സിനുണ്ട്. Now they are mechanically strong, have practically unlimited life and can do some jobs better than മെക്കാനിക്കലി സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് എലമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലത്ത് വീണാലൊന്നും പൊട്ടിപ്പോകുന്നില്ല. മറ്റേത് അങ്ങനെയല്ല. വാക്വം ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ്സ് ആണ്, മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ്. അപ്പൊ എന്ത് സംഭവിക്കും? നിലത്ത് വീണ് കഴിഞ്ഞാൽ അതും ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യത, ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പ്രാക്ടിക്കലി അൺലിമിറ്റഡ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് നല്ല ലൈഫ് ഉണ്ടാവുന്നുള്ളത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ലൈക്ക് TV, റേഡിയോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്ര പെട്ടെന്നൊന്നും ചീത്താവില്ല, വർഷങ്ങളോളം നമ്മൾ പറയുന്ന അൺലിമിറ്റഡ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്യാൻ ഡു സം ജോബ്സ് ബെറ്റർ ദാൻ വാക്വം ട്യൂബ്. വാക്വം ട്യൂബിനെക്കാട്ടും നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടുപിടിച്ചത് 1948 ആരൊക്കെയാണ്? ജെ ബാലിൻ, ബ്രെക്കൻ, ഈ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. ബെൽ ലാബോറട്ടറീസ് ആണ് ഇതിന്റെ ആദ്യത്തെ കമ്പനി. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത സെഗ്മെന്റിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം.
നേരത്തെ പറഞ്ഞില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്. തേർഡ് ഡോപ്പന്റ് ഈസ് ആഡഡ് ടു എ ക്രിസ്റ്റൽ ഡയോഡ് ഫോം 2 PN ജംഗ്ഷൻ കോൾഡ് എന്താ പറയുന്നത് ട്രാൻസിസ്റ്റർ. അത് തന്നെ ഇവിടെ മാറ്റി ഓർത്തിരിക്കുന്നു. നോക്കുക, എ ട്രാൻസിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് 2 PN ജംഗ്ഷൻ ഫോംഡ് ബൈ സാൻഡ്വിച്ചിങ് ഐദർ പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് സെമികണ്ടക്ടർ. കണ്ടോ, എന്താണ് സാൻഡ്വിച്ചിങ് ഐദർ പി ടൈപ്പ്, ഒന്നില്ലെങ്കിൽ നമുക്ക് പി എൻ ജംഗ്ഷന്റെ ഉള്ളിലോട്ട് എന്ത് ആഡ് ചെയ്യാൻ പറ്റും, പി ടൈപ്പ് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻ ടൈപ്പ് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടു ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. വൺ ഇസ് കോൾഡ് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആൻഡ് അനദർ വൺ ഇസ് കോൾഡ് പി എൻ പി ട്രാൻസിസ്റ്റർ. ഇതാണ് അതിന്റെ ഫിഗർ. കണ്ടോ, എൻ പി എൻ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, പി എൻ പി ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയും. നോക്കുക, അപ്പൊ എന്താണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ കമ്പോസ്ഡ് ഓഫ് എന്തുണ്ടായി, രണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആസ് ഷോൺ ഇൻ ഫിഗർ 1. Okay. However, a PNP transistor is formed by two P junctions sections separated by a thin N-type semiconductor in figure 2. കണ്ടല്ലോ, ഇതാണ് എൻ ടൈപ്പും പി ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇതിന്റെ ഈ ഒരു സൈസിനൊക്കെ വ്യത്യാസം വരും കേട്ടോ. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേറെ പേരിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല സാധാരണ ട്രാൻസിസ്റ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക. ആ സിമ്പിൾ ഉണ്ടോ, ഇത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ സിമ്പിളാണ്, ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇത്. അല്ലാതെ പല ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതാണ് ഒരു കോമൺ, ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ വരുന്നതാണ് ഒരു സെമി കർവ്ഡ് ആയിട്ടുള്ള. ആൻഡ് ദിസ് ഇസ് ദ റെപ്രസെന്റേഷൻ. ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഇതിൽ 3 ഭാഗങ്ങൾ ഉണ്ടാവും, എമിറ്റർ, കളക്ടർ, ബേസ്. ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ എമിറ്ററിലെ ആരോ നോക്കിയിട്ടാണ് വെദർ ഇറ്റ് ഈസ് എൻ എൻ പി എൻ ട്രാൻസിസ്റ്റർ ഓർ പി എൻ പി ട്രാൻസിസ്റ്റർ ആണോ എന്ന് ഫിക്സ് ചെയ്യുന്നത്. ഈ ആരോ വെച്ചിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കേസ് ഉണ്ട്. ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഫ്ലാറ്റിന്റെ ഇത് വരച്ചു കഴിഞ്ഞാൽ ഈ വരയ്ക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം ഒരു കൂട്ടിമുട്ടാൻ പാടില്ല. ദർ ഷുഡ് ബി എ ഗ്യാപ്പ്. സാധാരണ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ വരച്ചത് ഉണ്ടോ, ഇങ്ങനെ ആയിരിക്കും. ഇത് റെപ്രസെന്റേഷൻ തെറ്റാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിനകത്ത് 3 പോർഷൻസ് ഉണ്ടെന്നല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. ഏതൊക്കെയാണ്, എമിറ്റർ, അതുപോലെ തന്നെ കളക്ടർ, ദെൻ ബേസ്. 3 പോർഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് ഫോംസ് 2 ജംഗ്ഷൻ ബിറ്റ്വീൻ ദ എമിറ്റർ ആൻഡ് കളക്ടർ. ഇനി നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് എമിറ്റർ, എന്താണ് കളക്ടർ, എന്താണ് ബേസ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ അനാലിസിസ് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ ഫിഗർ ആയിട്ട് തന്നിരിക്കുന്നത്. ഈ ഫിഗറിന്റെ ബേസിസിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് പി എൻ പി ട്രാൻസിസ്റ്റർ, ഇതാണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഇതിനകത്ത് എമിറ്റർ ബേസ് കളക്ടർ ഉണ്ട്, ഇതിനകത്ത് എന്തുണ്ട്, എമിറ്റർ ബേസ് കളക്ടർ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നുണ്ട് വരുന്ന സെഗ്മെന്റിൽ, ഫോർ ആംപ്ലിഫിക്കേഷൻ ആക്ഷൻ ഇത് എന്ത് ചെയ്യണം, എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ത് ചെയ്യണം, ഫോർവേഡ് ബൈസ് ചെയ്യണം. കണ്ടോ, അതുകൂടെ ഫോർവേഡ് ബൈസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഈ പൊളാരിറ്റി അതനുസരിച്ച് മാറ്റം വരുത്താം. പിയിലേക്ക് പോസിറ്റീവും എന്നിലോട്ട് നെഗറ്റീവും വന്നാലാണ് ഇത് ഫോർവേഡ് ബൈസ്ഡ് ആവുക. അതേസമയം ഇവിടെ എന്നിലോട്ട് നെഗറ്റീവും പിയിലോട്ട് പോസിറ്റീവും വന്നാലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് ബൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേസ് കളക്ടർ ജംഗ്ഷൻ മസ്റ്റ് ബി റിവേഴ്സ് ബൈസ്. കണ്ടോ, പൊളാരിറ്റി തിരിച്ചു വെച്ചിട്ടുണ്ട്, പൊളാരിറ്റി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. നമുക്ക് ഈ കോൺടെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ്, എന്താണ് എമിറ്റർ, എന്താണ് ബേസ്, എന്താണ് കളക്ടർ എന്ന് അറിയാവുന്നതാണ്. നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. Emitter. The section is one side that supplies charge carriers. Electron or holes is called emitter. അപ്പോൾ ചാർജ് കാരിയേഴ്സ് സപ്ലൈ ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇലക്ട്രോൺസും, പി എൻ പി ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എന്തായിരിക്കും, ഹോൾസും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചാർജ് കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യുക. എമിറ്റർ ഈസ് ഓൾവേസ് ഫോർവേഡ് ബൈസ് വിത്ത് റെസ്പെക്ട് ടു ബേസ്. ഉണ്ടോ, അത് ഞാൻ ഇവിടെ പറഞ്ഞ കേസാണ്. ഈ ഒരു കേസാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തത്. ഉണ്ടോ, so that it can supply a large number of majority carriers. Majority carriers ഏതൊക്കെയാണ്, എൻ പി എൻ ആണെങ്കിൽ എൻ അല്ലേ, അപ്പൊ എൻ ഇലക്ട്രോൺസ് ആണ്. പി എൻ പി ആണെങ്കിൽ പി അല്ലേ, അപ്പൊ അവിടെ ഹോൾസ് ആണ്. In figure 1, the emitter of PNP transfers forward bias and supplies whole charge into the junction. കണ്ടോ, ഫിഗർ നോക്കിയാണ്. Similarly, in figure 2, the emitter N-type of NPN transistor has a forward bias and supplies free electrons to the junction with the base. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, N-type എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ. Okay.
Now, next segment കളക്ടർ. അപ്പൊ ഈ പേര് വന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ? എമിറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? വിച്ച് സപ്ലൈസ് വിച്ച് എമിറ്റ്സ് ദ ചാർജ് കാരിയേഴ്സ് എന്നുള്ളതാണ്. ആ ഒരു കോൺസെപ്റ്റില് എങ്ങനെയായിരിക്കും കളക്ടർ എന്നുള്ള പേര് വരുന്നത്? ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി കാരിയേഴ്സ്. അത് ഇവിടെയാണെങ്കിൽ ഹോൾസ് ആയിരിക്കും, ഇതിലാണെങ്കിൽ എന്താണ് ഹോൾസ് ആയിരിക്കും, ഇതിലാണെങ്കിൽ എന്തായിരിക്കും ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന മെജോറിറ്റി കാരിയേഴ്സിനെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കളക്ടർ എന്ന് പറയുന്നത്. നോക്കാം, ദ സെക്ഷൻ ഓൺ അതർ സൈഡ് ദാറ്റ് കളക്ട്സ് ദ ചാർജ് ഈസ് കോൾഡ് കളക്ടർ. കണ്ടോ? ഓക്കെ, നോ, ദ കളക്ടർ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ്. കളക്ടർ ജംഗ്ഷൻ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കണം? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. കണ്ടോ? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതെന്താണ്? റിവേഴ്സ് ബയസ്ഡ്. Its function is to remove the charge from its junction with the base. In figure 1, collector P of the type semiconductor PNP transistor has a reverse bias and reverse pole charge that flows in the output current. Similarly, in figure 2, the collector, that is N-type of NPN transistor, has a reverse bias and receives electrons. So, ഇവിടെ ആര് കളക്ട് ചെയ്യുന്നുണ്ടാവണം? ഹോൾസ് കളക്ട് ചെയ്യും. ഇവിടെ എന്ത് കളക്ട് ചെയ്യുന്നുണ്ടാവണം? ഇലക്ട്രോൺസ് കളക്ട് ചെയ്യും. കാരണം ഇവിടെ നിന്ന് വരുന്ന ആളെ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസും, ഇവിടെ വരുന്നത് ഹോൾസ് ആയതുകൊണ്ട് ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഹോൾസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എമിറ്ററും കളക്ടറും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ്, ഇത് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന വളരെ തിൻ ആയിട്ടുള്ള റീജിയൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. The middle section which forms two p-n junction between the emitter and the collector is called base. കണ്ടോ? ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ഇന്റർലെയറിംഗ് സെക്ഷൻ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബേസ് എന്ന് പറയുക. ഓക്കെ, വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ വളരെ ബേസിക് ആണ്. ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ്, ബയസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അത് പറയാം. അപ്പോൾ ഇതാണ് ഒരു ഇതിന്റെ ഒരു കണക്ഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ എങ്ങനെയായിരിക്കണം? എന്ത് ബയസിംഗ് ആയിരിക്കണം? ഫോർവേഡ് ബയസിംഗ് ആയിരിക്കണം. ബേസ് കളക്ടർ ജംഗ്ഷൻ എങ്ങനെയായിരിക്കണം? റിവേഴ്സ് ബയസിംഗ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കണക്ഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇത് NPN ആയതുകൊണ്ട് ഫോർവേഡ് ബയസ് കിട്ടണമെങ്കിൽ എന്നിലോട്ട് നെഗറ്റീവ് പൊട്ടൻഷ്യലും പിയിലോട്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് പൊട്ടൻഷ്യലും കിട്ടും. ഇവിടെ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് സെൽസിനെക്കാട്ടും കൂടുതലായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് സെൽസ്. കാരണം എന്നാലേ ഇത് എന്ത് ചെയ്യുള്ളൂ? ഇവിടെ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യപ്പെടുള്ളൂ. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ദ റിവേഴ്സ് ബയസിംഗ് കണ്ടീഷൻ. നോക്കുക, ഫിഗർ നോക്കുക. Figure shows the NPN transistor with a forward bias to the emitter base junction and reverse bias to the collector base junction. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. The forward bias causes the electron in the N-type emitter to flow towards the base. അപ്പോൾ ഇത് ഫോർവേഡ് ബയസിംഗ് ആയതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ടാവണം? ബേസിലോട്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഈ ആരോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, this constitutes the emitter current I. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? I എന്നും പറഞ്ഞ് മാർക്ക് ചെയ്യും. As these electrons flow through the p-type base, they tend to combine with the holes. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാണ്? ഇവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. പക്ഷേ ബേസിന്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് വളരെ കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? റീകോമ്പിനേഷൻ നടത്തുള്ളൂ. As the base is lightly doped and very thin, therefore only a few electrons combine with the holes to constitute base current. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ ഇവിടെ വളരെ കുറച്ച് ബേസ് കറണ്ട് ഉണ്ടാവും. ആ ബേസ് കറണ്ട് താഴ്ത്തോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാനും തുടങ്ങും. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് എത്ര? ഇവിടെയാണ് എമിറ്റർ ആണല്ലോ മെജോറിറ്റി കാരിയേഴ്സിനെ ഫ്ലോ ചെയ്യിക്കുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് I. ഓക്കെ, ആ I കാണിച്ചു കഴിയുമ്പോൾ ഈ ഇതിന്റെ ആരോ നമുക്ക് പിന്നീട് നോക്കേണ്ടതാണ്. ഈ ആരോ കാണിക്കുന്നത് ഇലക്ട്രോൺസ് എന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ ആരോ ശരിക്കും ഇപ്പുറത്തോട്ട് വരിക. ബിക്കോസ് the direction of the conventional current is always opposite to the direction of the flow of electrons എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. യെസ്, whatever. സോ ഇവിടെ എന്താണ് ജനറേറ്റ് ചെയ്യും? IB. ഓക്കെ, വിച്ച് ഇസ് വെരി ലെസ്. ഇവിടെ പറഞ്ഞ പ്രകാരം ലെസ് ദാൻ 5%. The current IB, the remainder more than 95% cross over into the collector region to constitute the collector current. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന ഈ Iന്ന് ഒരു പാർട്ട് മാത്രം IBയിലോട്ട് പോകുന്നു. ബാക്കിയുള്ള കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? IC ആയിട്ട് ഇപ്പുറത്തോട്ട് ഫ്ലോ ചെയ്യും. ഇവിടേക്കുള്ള ഈ ഫ്ലോ ഒരു എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം എന്താണ്? ഈ ജംഗ്ഷൻ എന്താണ്? റിവേഴ്സ് ബൈസ് ചെയ്തിട്ടേക്കുക. സോ ഇറ്റ് റിക്വയർസ് മോർ എമൗണ്ട് ഓഫ് എനർജി. അങ്ങനെ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ തുടങ്ങും? അത് പവർ കൂടാൻ തുടങ്ങും. ബിക്കോസ് T=I²R എന്നുള്ളതാണ്. R റിവേഴ്സ് ബൈസിങ് ആയതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടും. അതിന്റെ ഇവിടെ കൂടുതൽ പവർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ സിഗ്നലിനെ കൺസെൻറ്റ് ചെയ്യുക.
Okay. Yes, okay. The remainder cross over into the collector region to constitute the collector current IC. In this way, almost the entire emitter current flows in the collector current. So, ബാക്കി ഞാൻ പറഞ്ഞല്ലോ 95% കറണ്ടും ഇവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഇതിലേക്ക് ഫ്ലോ ചെയ്യും ത്രൂ ബേസ്. ഓക്കെ, ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് എമിറ്റർ കറന്റ് is sum of the collector and base current. അപ്പൊ എന്ത് കിട്ടുന്നുണ്ടാണ്, എമിറ്റർ കറന്റ് is sum of base current. കാരണം ഇത് 100% ആണെങ്കിൽ ഇതിലെ 5% ഇങ്ങോട്ടും ബാക്കി 95% ഇങ്ങോട്ടും പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, എന്താണ് ഐ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി. അതാണ് ഇവിടെ കൺസിഡർ ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ ബി. ഇങ്ങനെയാണ് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ആംപ്ലിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് വരുന്ന സെഗ്മെന്റിൽ നമുക്ക് പറയാം. ഇത് വളരെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പി എൻ പി ട്രാൻസിസ്റ്റർ വർക്കിംഗ് നോക്കാം. അപ്പൊ അതില് നമ്മൾ ബയസിങ്ങിന്റെ ഡയറക്ഷൻ മാറ്റി, കണ്ടോ, ബയസിങ്ങിന്റെ ഡയറക്ഷൻ മാറ്റി. ബയസിങ് അത് തന്നെയാണ്. ഇത് ഫോർവേഡ് ബയസിങ് ആണ്, ഇത് ഫോർവേഡ് ബയസിങ് ആണ്. ഇതെന്താണ്, റിവേഴ്സ് ബയസിങ് ആണ്. ബിക്കോസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ ആണ് ഇത് കളക്ടർ എമിറ്റർ ജംഗ്ഷൻ ആണ്. ഇവിടെ നമ്പർ ഓഫ് സെൽസിന്റെ എണ്ണം കൂട്ടും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ ഹോളാണ് മൂവ് ചെയ്യുക, അപ്പൊ ഇലക്ട്രോൺ പുറത്തോട്ട് മൂവ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ അകത്തോട്ടായി. ശ്രദ്ധിക്കണം, ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരിക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഐ ജനറേറ്റഡ് ഇൻ ദ ഫോം ഫ്രം ഹോൾ ഒരു 5% ഇവിടെ അബ്സോർബ് ചെയ്യപ്പെടും, ദാറ്റ് ഇസ് ഐ ബി. ബാക്കിയുള്ള കറണ്ട് ഇവിടെ കളക്ട് ചെയ്യപ്പെടും. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇൻസ്റ്റഡ് ഓഫ് ഇലക്ട്രോൺസ്, നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ ഇലക്ട്രോൺസിന് പകരം ഹോൾസ് എന്നുള്ള കോൺസെപ്റ്റ് പറയണമെന്ന് മാത്രം. Figure shows the basic connection of the PNP transistor. The forward bias causes the holes in the p-type p-type emitter to flow towards the base. This constitutes the emitter current IE. Okay. As these holes cross into the n-type series, they tend to combine with the electron. Electron hole recombination. As the base is slightly doped and very thin, therefore only few holes combine with the cathode. The remainder cross into the collector region constitutes the collector current. In this way, almost the entire emitter current flows in the collector circuit. It may be noted that the current conduction within the PNP transistor by holes. However, the external connecting wires in the current is still by the electron. ഇതിന്റെ ഉള്ളിൽ ഹോൾസ് വെച്ചിട്ടാണെങ്കിൽ പുറത്ത് എന്ത് വെച്ചിട്ടാണ്, ഇലക്ട്രോൺ വെച്ചിട്ടാണ്. അതാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഹോളാണ് കാണിക്കാൻ വേണ്ടി ചെറിയ ഹോൾസ് ആണ് കാണിച്ചേക്കുന്നത്, ഇവിടെ ഇലക്ട്രോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻ പറയാം, എന്താണ് ഐ ഇ ഇസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി എന്നുള്ള കണ്ടീഷൻ ഇവിടെയും എന്താണ്, വാലിഡ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു പി എൻ പി ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് പറയാം. ഒരു സെഗ്മെന്റും കൂടി ഇന്നത്തെ ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇത് എന്താണ് സിമ്പിൾസ് എന്നുള്ളതാണ്. കണ്ടോ, ഇതാണ് സാധാരണ സിമ്പിൾസ്. അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ സർക്യൂട്ടൊക്കെ ഇതാണ് സാധാരണ റെപ്രസെന്റേഷൻ വേണ്ടി കാണിക്കുക. ഇങ്ങനെ വേണം കാണിക്കാൻ വേണ്ടി. ലെഫ്റ്റ് സൈഡിൽ എമിറ്ററും റൈറ്റ് സൈഡിൽ കളക്ടറും താഴെ നിന്ന് എന്ത് ചെയ്യും, ബേസും വരും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആരോ ആണ് ഇമ്പോർട്ടന്റ്. ആരോ കം ഔട്ട്, ആരോ പുറത്തോട്ടാണ് വരുന്നതെങ്കിൽ അതെന്താണ്, എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. ആരോ അകത്തോട്ടാണ് വരുന്നതെങ്കിൽ അതെന്താണ്, പി എൻ പി ട്രാൻസിസ്റ്റർ ആണ്. എന്തുകൊണ്ട് ആരോ പുറത്തോട്ട് വരുന്നത്, ബിക്കോസ് ഇലക്ട്രോൺ ആർ മൂവിങ് ഇൻ ടു, നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുന്നുണ്ട്, ഇലക്ട്രോൺ അകത്തോട്ടാണ് വരുന്നത്. ഇലക്ട്രോൺ അകത്തോട്ട് വരുമ്പോൾ കറണ്ട് എങ്ങോട്ടാ വരിക, പുറത്തോട്ടാ വരിക. ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെന്തെന്ന് പറയുന്നത്, എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രോൺ അകത്തോട്ടാ വരുന്നത്, കാരണം ഇലക്ട്രോൺ പുറത്തോട്ടാ പോകുന്നത്, കാരണം ഹോൾസ് അകത്തോട്ടാ. ഇലക്ട്രോൺ പുറത്തോട്ട് വരുന്നത് കൊണ്ട് കറണ്ട് എവിടേക്ക് പോകുന്നു, അകത്തോട്ട് വരുന്നു. അതുകൊണ്ട് ആരോ എന്ന് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു, അകത്തോട്ടിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെന്താണ്, പി എൻ പി ട്രാൻസിസ്റ്റർ, ഇതെന്താണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ഇതാണ് ജംഗ്ഷൻ പോയിന്റ്. ഈ ജംഗ്ഷനിൽ ഇവർ തമ്മിൽ ഐ റിപ്പീറ്റ്, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല, അത് മൂട്ടാൻ പാടില്ല. ഓക്കെ, അതായത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു, നമ്മൾ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ വരയ്ക്കരുത്. ഇത് ഞാൻ എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണെന്ന് ഇത് കണ്ട, ദിസ് ഇസ് റോങ്, ഇത് തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു ഫോർമേഷൻ പാടില്ല. എപ്പോഴും നമ്മൾ വേണ്ടത് ഇങ്ങനെ ഒരു ബേസ് ഫ്ലാറ്റ് ഇട്ട്, ബേസ് ലൈൻ ഇട്ടതിന് ശേഷം, ലൈൻ ഇട്ടതിന് ശേഷം അതിന് ഈ ഒരു ലൈനിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെപ്രസെന്റ് ചെയ്യാൻ പാടുള്ളൂ.
ബേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ബേസ് കറണ്ട്, എമിറ്റർ കറണ്ട്, കളക്ടർ കറണ്ട്. ഇതിന്റെ ഈ ആരോ റിവേഴ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമിലറാണ്, വ്യത്യാസമൊന്നും. ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി.